ഒരിക്കൽ ബുദ്ധൻ തന്റെ അനുയായികളെ ശാന്തമായ ഒരു ഗ്രാമത്തിൽ പഠിപ്പിക്കുകയായിരുന്നു. സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ ജ്ഞാനം കേൾക്കാനും പ്രബുദ്ധതയിലേക്കുള്ള പാതയെക്കുറിച്ച് പഠിക്കാനും വന്നിരുന്നു. അദ്ദേഹത്തിന്റെ ശാന്തമായ പെരുമാറ്റവും ജ്ഞാനവാക്കുകളും പലരെയും പ്രചോദിപ്പിച്ചു. ഒരു ദിവസം ബുദ്ധൻ തന്റെ അനുയായികളാൽ ചുറ്റപ്പെട്ട ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഒരാൾ കോപാകുലനായി അദ്ദേഹത്തെ സമീപിച്ചു. ബുദ്ധൻ ലഭിച്ച ബഹുമാനത്തിലും ആരാധനയിലും ഈ മനുഷ്യന് അസൂയ തോന്നി. വികാരങ്ങൾ അടക്കാൻ കഴിയാതെ അദ്ദേഹം ബുദ്ധനെ അപമാനിക്കാൻ തുടങ്ങി. "നീ ഒരു വഞ്ചകനാണ്!" ആ മനുഷ്യൻ അലറി. "നീ ഈ ആളുകളെ നിന്റെ നുണകൾ വിശ്വസിക്കാൻ പ്രേരിപ്പിച്ചു. നീ ഒരു വഞ്ചകനല്ലാതെ മറ്റൊന്നുമല്ല." അനുയായികൾ ഞെട്ടിപ്പോയി, കോപാകുലരായി. ചിലർ ആ മനുഷ്യനെ നേരിടാനും ബുദ്ധനെ പ്രതിരോധിക്കാനും ആഗ്രഹിച്ചു. പക്ഷേ ബുദ്ധൻ കൈ ഉയർത്തി ശാന്തനായിരിക്കാൻ അവരെ ആംഗ്യം കാണിച്ചു. ബുദ്ധൻ നിശബ്ദനായി ഇരുന്നു. ആ മനുഷ്യന്റെ പൊട്ടിത്തെറി ശ്രദ്ധിച്ചു. മുഖഭാവത്തിൽ ഒരു മാറ്റവും വരുത്തിയില്ല. അവന്റെ ശാന്തമായ മുഖത്ത് കോപമോ അസ്വസ്ഥതയോ പ്രതിഫലിച്ചില്ല. ബുദ്ധന്റെ പ്രതികരണമില്ലായ്മയിൽ കൂടുതൽ നിരാശനായി ആ മനുഷ്യൻ അധിക്ഷേപങ്ങൾ തുടർന്നു. ഒടുവിൽ ആ മനുഷ്യൻ ശ്വാസം മുട്ടിയപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, "എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രതികരിക്കാത്തത്? സ്വയം പ്രതിരോധിക്കാൻ പോലും കഴിയാത്തത്ര ദുർബലനാണോ നിങ്ങൾ? അതോ എന്നെ ഭയപ്പെടുന്നുണ്ടോ?" ബുദ്ധൻ ആ മനുഷ്യനെ നോക്കി സൗമ്യമായി പുഞ്ചിരിച്ചു. തുടർന്ന് അദ്ദേഹം മൃദുവും സ്ഥിരവുമായ സ്വരത്തിൽ പറഞ്ഞു, "പറയൂ, ആരെങ്കിലും നിങ്ങൾക്ക് ഒരു സമ്മാനം വാഗ്ദാനം ചെയ്യുകയും നിങ്ങൾ അത് സ്വീകരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്താൽ സമ്മാനം ആരുടേതാണ്?" അപ്രതീക്ഷിതമായ ചോദ്യം കേട്ട് ആ മനുഷ്യൻ ഞെട്ടിപ്പോയി. അദ്ദേഹം ഒരു നിമിഷം ചിന്തിച്ചു. സമ്മാനം നിരസിക്കപ്പെട്ടാലും അത് ഇപ്പോഴും അത് നൽകിയ വ്യക്തിയുടേതാണ് എന്ന് മറുപടി നൽകി. "ശരിയാണ്," ബുദ്ധൻ പറഞ്ഞു. "അതുപോലെ നിങ്ങൾ എനിക്ക് കോപവും അപമാനവും കൊണ്ടുവന്നാലും ഞാൻ അവ സ്വീകരിക്കാൻ തീരുമാനിച്ചാലും അവ നിങ്ങളോടൊപ്പമുണ്ടാകും. ഞാൻ അവ എന്നോടൊപ്പം കൊണ്ടുപോകുന്നില്ല. ഞാൻ സമാധാനത്തോടെ തുടരുന്നു." ജനക്കൂട്ടം നിശബ്ദരായി. ആ മനുഷ്യൻ സ്തബ്ധനായി. ബുദ്ധന്റെ വാക്കുകളിലെ ജ്ഞാനം അദ്ദേഹം മനസ്സിലാക്കി. തന്റെ പെരുമാറ്റത്തിൽ ലജ്ജിച്ചു. ആഴത്തിൽ കുമ്പിട്ട് അദ്ദേഹം ക്ഷമാപണം നടത്തിപ്പോയി. പിന്നെ ബുദ്ധൻ തന്റെ അനുയായികളുടെ നേരെ തിരിഞ്ഞു പറഞ്ഞു, "ഓർക്കുക, കോപവും വിദ്വേഷവും അവരെ പിന്തുണയ്ക്കുന്ന വ്യക്തിയെയാണ് ദോഷകരമായി ബാധിക്കുക. അവർ ആരെയാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് അല്ല. വിട്ടുകൊടുക്കൽ പരിശീലിക്കുക. നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളെ നിയന്ത്രിക്കുക. മറ്റുള്ളവരുടെ നിഷേധാത്മകത നിങ്ങളുടെ സമാധാനത്തെ തകർക്കാൻ അനുവദിക്കരുത്. കോപം ഉപേക്ഷിക്കുക. കോപം നിലനിർത്തുന്നത് നിങ്ങൾക്ക് ദോഷം ചെയ്യും, മറ്റേയാൾക്കല്ല." ആന്തരിക സമാധാനം ബാഹ്യ സാഹചര്യങ്ങളിൽ നിന്ന് കുലുങ്ങാതെ ശാന്ത പാലിക്കുന്നതിലാണ് യഥാർത്ഥ ശക്തി. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ശക്തമായ ഒരു പാഠമാണ്. മറ്റുള്ളവരുടെ വാക്കുകൾ നമ്മളെ സ്വാധീനിക്കാൻ നമ്മൾ പലപ്പോഴും അനുവദിക്കുന്നു. പക്ഷേ ഓർക്കുക, അവരുടെ നിഷേധാത്മകത സ്വീകരിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ നിഷേധാത്മകതയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? താഴെയുള്ള അഭിപ്രായങ്ങളിൽ നിങ്ങളുടെ ചിന്തകൾ പങ്കിടുക. ഇതുപോലുള്ള കൂടുതൽ കഥകൾക്കായി ലൈക്ക് ചെയ്യാനും പങ്കിടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.